കട്ടപ്പന നഗരസഭയിലെ LDF കൗൺസിലർമാർ നിരാഹാര സമരം നടത്തി. 8ാം വാർഡിലെ കല്ലുകുന്നിലെ നിരവധി ആളുകളുടെ ആശ്രയമായ അസിപ്പടി റോഡിനോട് നഗരസഭാ അധികൃതർ കാണിക്കുന്ന നിഷേധാത്മക നിലപാടിനെതിരെയാണ് LDF സമരവുമായി രംഗത്തെത്തിയത്. കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം മനോജം തോമസ് ഉദ്ഘാടനം ചെയ്തു. 2018 പ്രളയത്തിൽ തകർന്ന റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് മന്ത്രി റോഷി അഗസ്റ്റിൻ 47 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ നഗരസഭയുടെ കെടുകാര്യസ്ഥത മൂലം മണ്ണ് പരിശോധന അടക്കമുള്ള നടപടികൾ വൈകി. ഇതോടെ മാർച്ച് 31-ന് അനുവദിച്ച തുക നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. വർഷങ്ങളായി വിഷയം അധികാരികളുടെ മുമ്പിൽപ്പെടുത്തിയിട്ടും നഗരസഭ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു പോരുന്നത്. കൂടാതെ വിവിധ വികസന പ്രവർത്തനങ്ങളിൽ അനുവദിക്കുന്ന തുകകൾ നഷ്ടപ്പെടുത്തുക മാത്രമാണ് നഗരസഭാ ഭരണസമിതി ചെയ്യുന്നത്. ഇതിനെതിരെയാണ് നഗരസഭാ ഓഫീസിന് മുമ്പിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ LDF കൗൺസിലർമാർ നിരാഹാര സമരം നടത്തിയത്. കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം മനോജം തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇത് ഈ മുനിസിപ്പാലിറ്റി ഭരണം നടത്തുന്ന ആർക്ക് വേണ്ടിയാണ് ഭരണം നടത്തുന്നത്? ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഭരണം നടത്തുന്നത്? പണം കൊണ്ടായിട്ടും അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ ഉപയോഗിക്കാതെ ഉദ്യോഗസ്ഥരെ കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ആ പദ്ധതി പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാത്ത കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കെടുകാര്യസ്ഥത നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അധികമാണ്. ഇതിനെതിരെ ജനങ്ങൾ ഉണരേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഇവിടെ ഉള്ളതായിട്ടുള്ള മറ്റു പദ്ധതികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2018 തന്നെ അനുവദിച്ചതാണ് ഷെൽട്ടർ ഹോം. അന്ന് ഷെൽട്ടർ ഹോം 3 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ട് അന്നൊരു TS മാത്രം വാങ്ങേണ്ട കാര്യം മാത്രമേ ഉള്ളായിരുന്നു. അതിന് TS വാങ്ങിച്ചെടുത്ത് 2024 ഇപ്പോഴാണ് TS വാങ്ങിച്ചെടുത്ത് പണി തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഈ വിവിധങ്ങളായ കാര്യങ്ങളിൽ ഒരു വാർഡിലെ നമുക്കറിയാം, കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലുള്ള PWD റോഡുകൾ എല്ലാം നല്ല നിലയിൽ കിടക്കുമ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലുള്ള മുനിസിപ്പൽ റോഡുകൾ എല്ലാം നാശമായി കിടക്കുന്നു എന്നുള്ളതും ഈ മുനിസിപ്പാലിറ്റിയുടെ കെടുകാര്യസ്ഥയുടെ ഉദാഹരണമാണ്. കൗൺസിലർമാരായ ഷാജി കൂത്തോടി, ബിനു കേശവൻ, ധന്യ അനിൽ, അജി തങ്കച്ചൻ, ബിന്ദുലത രാജു, നിഷ PM എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. സമരത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ LDF നേതാക്കളായ മാത്യു ജോർജ്, MC ബിജു, TGM മണിക്കൽ, CR മുരളി തുടങ്ങിയവർ പങ്കെടുത്തു.